എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇവിടെ ഭയങ്കര ടോക്സിക്കാണ്. ഞാൻ എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടാമെന്ന് ഓർത്ത് ഇവിടെ വന്നതാണ്. പക്ഷെ ഞാൻ ടൈമിലും മരം ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ടിരിക്കുക ടേസ്. ഞാൻ പിന്നെ സൈഡൊക്കെ നോക്കി നടക്കുന്നു. അയ്യോ ഒരു കേവ് പോയി തീർന്നേനെ. പക്ഷേ ചെറിയ കേവാണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ സൈഡിലേക്കായിട്ട് കുഞ്ഞു റിവീനൊക്കെ ഞാൻ കാണുന്നുണ്ട്. ബട്ട് ഇത് റിവീനാ നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്നത് ടേസ്. നമുക്ക് എന്തായാലും തൽക്കാലം ഈ ടോക്സിക് ഗ്യാസ് കൊണ്ട് ചാവുന്നേക്കാളും നല്ല ഇഴക്കേറിയിരിക്കുന്ന. പക്ഷെ നമ്മുടെ ഫുഡൊന്നും ഇല്ല ഗൈസ്. ഞാൻ തൽക്കാലം ഇപ്പോൾ സീഡ് ഒപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്താരല്ലോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ ഒന്ന് കേവിലോട്ടൊന്ന് ഇറങ്ങാമല്ലേ. ഈ ഡേട്ട് കാണുന്ന സ്ഥലം നോക്കി ഒന്ന് മൈൻഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കുഞ്ഞ് കേവ് എന്തെങ്കിലും കാണും, എനിക്ക് സാധ്യത കൂടുതലാണ്. പിന്നെ ഡേട്ടുള്ള സ്ഥലം നോക്കി മൈൻഡ് ചെയ്യാം. ഭയങ്കര ടോക്സിക്കാണ്, ഒരു രക്ഷയില്ല ഇപ്പോൾ ഇവിടെ. മൈൻഡ് ചെയ്തിട്ട് അവിടെ എത്തുന്നില്ല. ലാപ്പിസ് കൊണ്ട് വലിയ ഉപകാരമില്ല. ഇതെന്ത് കേവാ? ടമ്മോ വലിയൊരു കേവും കിട്ടി. ഇതേ ഒരു സോംബി എണ്ണം വന്ന് നിൽക്കുന്നുണ്ട്. അവനെങ്ങനെയൊക്കെ തീർക്കണം നമുക്ക്. അവനെ തീർത്തിട്ട് കാര്യമുള്ളൂ. കാരണം താഴോട്ടിറങ്ങി അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ചാവും. അതിലും അത് അണ്ണനെ ഒന്ന് വേഗം ഒന്ന് തീർക്കുകയാണെങ്കിൽ അത്രയും കൂടെ നമുക്ക് അഡ്വാൻറ്റേജ്. എൻ്റെ MLG വലിച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. ക്രീപ്പർ പൊട്ടല്ലേ, ബെഡ് പൊട്ടിക്കില്ലേ? പൊട്ടിച്ച്. ഇല്ല ബെഡ് കൈ കിട്ടി. കാരണം വെച്ചാൽ വെളിയിൽ മൊത്തം ടോക്സിക്കാണ്. ഞാൻ മണ്ടയിലോട്ട് പോയാൽ അവിടെയുള്ള ടോക്സിക്കുള്ള മ്യൂട്ടേറ്ററായ പന്നിയും സാധനങ്ങളെല്ലാം എന്നെ വന്ന് കടിച്ചു തിന്നും. അതുകൊണ്ട് ഞാൻ നിറച്ച് സോംബിയും ക്രീപ്പറും. ഒരു ക്രീപ്പർ ഇത് മണ്ടയിൽ കിടന്ന് ചുറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ചാവുകയും ചെയ്തു. തേങ്ങ. നമുക്കൊന്നിറപ്പം റിവെഞ്ച് എടുക്കാം. റീസ്പോൺ സെറ്റാക്കിക്കൊണ്ട് ഏതായാലും നന്നായി. സൈഡിൽ അയണൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ സാധനങ്ങളൊക്കെ കിടക്കുന്നു. ഡ്രൗണൊക്കെ എന്തൊക്കെയാണ് അവിടെ? ഡ്രൗണൊക്കെ ഇവിടെ സ്പോൺ ആയിരിക്കുന്നത്. മിക്കവാറും അടുത്തൊരു ഓഷൻ കാണാൻ സാധ്യതയുണ്ട്. ചുമ്മാ വെള്ളത്തിൽ സ്പോൺ ആവില്ലല്ലോ. അപ്പോൾ അടുത്തൊരു ഓഷൻ കാണാൻ സാധ്യത കൂടുതലല്ലേ. ഞാൻ പിന്നെയും ചത്തു. എന്നെ ഇത്തവണ ഡ്രൗണാട്ടോ തല്ലിക്കൊന്നേ. കുഴപ്പമില്ല, ഞാൻ റിവെഞ്ച് തീർത്തിരിക്കും. മരുന്ന് ചാവൊന്നുമില്ല അടിച്ചിട്ട്. എന്ത് തേങ്ങയത്. പിന്നെയും എന്നെ കൊന്നു. എനിക്ക് തന്നെ ബോറടിച്ച് തുടങ്ങി. മരുന്ന് തീർക്കാതിരിക്കും. ഇത് തന്നെ പരിപാടി. ഇത് പിന്നെ കുറച്ച് ലോങ്ങാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ബാക്ക് അടിച്ച് കട്ടാക്കി പോവുക. കാരണം വെച്ചാൽ ഞാൻ അതിനകത്ത് കുറേ തവണ ചാകുന്നുണ്ട്. പിന്നെ ഒത്തിരി പണിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, മാർക്കൊക്കെ എന്ത് ഹെൽത്താണ്. അടിച്ചിട്ട് ചാവുന്നുമില്ല. അടിച്ചുകൊണ്ടേ ഇരിക്കാൻ ചാവുമായിരിക്കും. ഈ ഡ്രൗണൊക്കെ എന്നെ അടിയടിക്കുന്നേ. ഒരു മതിലിൻ്റെ പുറകെ നിന്ന് അടിക്കുന്നവരും എന്നെ അടിയടിക്കുന്നേ. ഞാൻ തീർന്നു. ഇനി ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത്. ഇനി വെള്ളം അങ്ങോട്ട് പിടിച്ച് വലിച്ചും കിടുന്നു. ജോയിസ്റ്റിക്ക് കാണുന്ന മനസ്സിലാവും. ഇനി സൈഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വെള്ളം എന്നെ പിടിച്ച് വലിച്ചും കിടുന്നു. അങ്ങനെ അവനെ ഞാൻ തീർത്തു. ഇനി ഇതെൻ്റെ സാമ്രാജ്യം. അല്ല, ഞാൻ ചത്തില്ല. എൻ്റെ ടൂൾ സാധനങ്ങൾ ഇത് കിടക്കുന്നു. എൻ്റെ ആക്സ് ഇതന്നെ തേങ്ങ. ആക്സ് എക്യുപ്പ് ആവുന്നില്ലല്ലോ. ലാപ്പിസ് വരെ എടുത്ത് എന്താ ആക്സ് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ ആക്സ് എടുത്തിട്ടുണ്ട്. അടിച്ചിട്ട് ഇവൻ ചാവുന്നുമില്ല. ഇത് എന്ത് തേങ്ങയത്? ഓക്കെ, അവൻ ചത്ത്. കുറേ റോട്ടാ ഫ്രഷും തന്നു. സോംബി ആണല്ലോ, പിന്നെ ഡ്രൗണായി മാറുന്നേ. അപ്പോൾ കുറേ റോട്ടാ ഫ്രഷും കിട്ടും. മണ്ടയിലോട്ട് കയറാം. എന്തത് പച്ചപ്പുളിച്ചാടിഞ്ഞ മണ്ടൊക്കെ ഉണ്ടല്ലോ. അതേക്കുന്നു. അവനെ ഒന്ന് തീർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. ഈ തക്കാളി മോൻ അവിടെ തന്നെ നിൽക്കുവാണല്ലോ. ഞാൻ എൻ്റെ ഹാർട്ട് പറഞ്ഞ് ഞാനിപ്പോൾ തന്നെ ചാവും. പക്ഷെ ഞാൻ ചാവുന്നതല്ലേ, കാരണം എൻ്റെ ഒരു ഹെൽത്ത് ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് വിട്ടു കൊടുക്കാൻ നിർത്തി ചത്തു. എന്നാലും ഞാൻ വിടത്തില്ല. എനിക്കവണെ തീർക്കണം. എൻ്റെ ഹെൽത്ത് എന്ന് പറയുന്ന സാധനമില്ല. ഇപ്പോൾ കാണാൻ ഞാൻ ഓട്ടോ ഫ്ലഷ് കഴിച്ച് ഞാൻ തന്നെ ഒരു സോംബിയായി തീരും. ഒരു രക്ഷയില്ല. ഓട്ടോ ഫ്ലഷ് തന്നെ ഇവിടെ തിന്നേണ്ട സ്ഥിതിയായിട്ട് ഇവിടെ ഇരിക്കുക. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഈ പാർട്ട് ബോറായിട്ട് വരുവാണെങ്കിൽ കുറച്ച് നിങ്ങൾ ബാക്ക് അടിച്ചേക്കാം. ഒരിച്ചിരി സ്വൈപ്പ് ചെയ്താൽ ഞാൻ മൈനിങ്ങിന് പോകുന്ന ആ പാർട്ടിലോട്ട് നിങ്ങൾ എത്തും. മൈനിങ്ങിന് പോകുമ്പോൾ ഒരു വലിയൊരു സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. അവിടെ കുറേ ഓട്ടോ ഫ്ലഷൊക്കെ കിടക്കുന്നതാണ്. അതായത് എക്യുപ്പ് അത് കയ്യിലോട്ടും കിട്ടുന്നില്ല. ഒരു വഴിയില്ലാത്തൊരു വഴിയിൽ നിൽക്കുക നമ്മൾ ഗൈസ്. പിന്നെ എന്തായിരുന്നു, ഞാൻ ഈ കൺട്രോളിൽ ഒരുപാട് കൺട്രോളിൽ കിട്ടുന്നില്ല ഗൈസ്. തേങ്ങ പിന്നെയും പോയി. ഓക്കെ നമ്മൾ അങ്ങനെ പിന്നെ എത്തി.
ഒരു ബ്ലോക്ക് വെച്ചാൽ കയറായിരുന്നു. അവിടെ ഒരു ബ്ലോക്ക് വെക്കാൻ പറ്റും നോക്കട്ടെ. ബ്ലോക്കും വെക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. നമ്മളങ്ങനെ വെളിയിലെത്തിയേക്കുവാണ്. ഒരു രക്ഷയില്ല. അവിടെ നോക്കുന്നുണ്ട്, പരമാവധി നോക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഇത്രയാണുള്ളത്. ടൂൾസൊന്നും പോയിട്ടില്ല. ടൂൾസൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കൊന്ന് ലൈറ്റപ്പ് ആക്കാൻ സ്ഥലമെല്ലാം. ഒരു ബ്ലോക്ക് ഓക്കെ ബ്ലോക്കെത്തി. ലാപ്പിസ്, ടോർച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു മ്യൂസിക് കോൾസ് കിടക്കുന്നു. പിന്നെ ഞാൻ മണ്ടേന്ന് മൈൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. പക്ഷെ മ്യൂസിക് കോമ്പസ് ഉണ്ട്. ഞങ്ങളുടെ സ്പോൺസർ ആണല്ലോ. ഇത് നമ്മൾ സ്പോൺസറും കൂടെ നമ്മൾ എടുക്കാൻ നോക്കുന്നതായിരിക്കും. ഈ പാർട്ട് ഇത്രേ കാണുള്ളൂ. ഉച്ചടി പിന്നെ അവിടെ തന്നെ നിൽക്കുവാണ്. പക്ഷെ അവൻ ഞാൻ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് കയറി വന്നാലും ഞാനും ചാവും, എൻ്റെ ബിൽഡിങ് പോകും. അതുകൊണ്ട് അവനെനിക്ക് അങ്ങനെ നോക്കണം. അവനാണ് ചാവൊന്നുമില്ല. തേങ്ങ രക്ഷയില്ല ഗൈസ്. ഞാൻ തീർക്കാൻ പറ്റുമോ? ഒരടി കൊടുത്തു. നന്നായിട്ടാണ് കൊണ്ടിട്ടുണ്ട്. ഒരടിയും കൂടെ കൊടുക്കാൻ പറ്റുമോ അവന്? ഞങ്ങളോട് നോക്കിക്കൊണ്ടിരിക്കും. ഒരടി കൊടുക്കാൻ പറ്റിയെങ്കിൽ രക്ഷപ്പെട്ടു. നോക്കിക്കൊണ്ടിരിക്കും. കുറേ ആണക്കരിപ്പുണ്ട് സൈഡിൽ. അത് നമ്മളെന്തായാലും മൈൻഡ് ചെയ്യണം നമുക്ക്. ഈ സ്ഥലത്ത് ഞാൻ കുറേ കിടന്ന് പാടുപെടും. കാരണം ഭയങ്കര ടോക്സിക്കാണ്. മണ്ടയിൽ ഫുള്ള് ടോക്സിക്കാണ്. പക്ഷെ ഇവിടെ എനിക്ക് ടോക്സിക്ക് ഇല്ലെങ്കിലും വായു എനിക്ക് തീരെ കുറവായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ 2 സാപ്ലിങ്സ് ഉണ്ട്. ആ സാപ്ലിങ്സൊക്കെ ഇവിടെ നട്ടു വെക്കണം. പിന്നെ ഇതുണ്ടോ, അതാണ് എൻ്റെ സാപ്ലിങ്സ് 2 ആ മ്യൂസിക് വിളിച്ചാൽ തന്നെ എടുത്തങ്ങ് മണ്ടയിലോട്ട് കയറാൻ വേണ്ടി അവിടെ ബ്ലോക്കപ്പ് ചെയ്യാം. നമ്മൾ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാമല്ലോ. പോയി നോക്കാം. ഇവിടെ എന്താ ഉള്ളത്? അയണുണ്ട് ഇഷ്ടം. കുറേ ഉണ്ടല്ലോ. അയണുണ്ട്. തൽക്കാലം ഞാൻ ഇതിന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ട് അങ്ങ് അപ്പുറത്തോട്ട് കുറച്ചങ്ങ് താഴോട്ടങ്ങ് മൈൻഡ് ചെയ്യാം. ആദ്യം നേരെ പോയിട്ട് പിന്നെ താഴോട്ടങ്ങ് മൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കോർഡിനേറ്റ് ഓണാക്കി ഇടില്ലല്ലേ. ഡയമണ്ട്. ഞാൻ ഹാപ്പി. ഒരു ഡയമണ്ട് ഉള്ളോ? പക്ഷേ ഈ ലെവലെങ്ങനെയാണ് ഡയമണ്ട് കിട്ടുന്നത്? എന്തോ ഇങ്ങനെ അത്ഭുതം പോലെ. നല്ല കുറേ ഡയമണ്ട് ഉണ്ട് അതിനകത്ത്. കുറേ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. ഒരു ഡയമണ്ട് ഉണ്ടോ? അത് മൈൻഡ് ചെയ്താൽ വേറെ ഡയമണ്ട് ഉണ്ടോ? ഇല്ല. 2 ഡയമണ്ട് ഉണ്ട്. ഒരു പിക്കെക്സ് ഉണ്ടാക്കുന്ന ഡയമണ്ട് തരാമോ? ഒരു പിക്കെക്സിലുള്ള ഡയമണ്ട്. ഓക്കെ. ഒരു പിക്കെക്സിലുള്ള ഡയമണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ 1 2 3 4 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. നോക്കാൻ 4 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അതാണിപ്പോൾ എൻ്റെ വാല്യുബിളായിട്ടുള്ള സാധനം. അതും കൂടെ എങ്ങനെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് സെറ്റാക്കണം. തൽക്കാലം ഞാൻ എൻ്റെ സ്പോൺ പോയിൻറ്റിന് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. സ്പോൺ പോയിൻറ്റിന് നമ്മുടെ കേവിൽ സ്പോൺ സെറ്റ് ചെയ്തവിടെ. ഇതിൻ്റെ സൗണ്ട് കുറച്ച് മോശമാണെന്ന് ക്ഷമിക്കുക. കാരണം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തൊണ്ടവേദനയും ജലദോഷമൊക്കെയാണ്. അതുകൊണ്ടൊക്കെ കുറച്ച് സൗണ്ട് വ്യത്യാസമൊക്കെ കാണും. കുഴപ്പമില്ല, ക്ഷമിക്കുക. ക്രാഫ്റ്റിനാണ് നമ്മൾ ഉണ്ടാക്കിയത്. അത് സൈഡിലങ്ങ് വെച്ചേക്കാം. ബെഡിന് തൊട്ട് ഷോർട്ട് ഫ്രഷ് നമ്മൾ തിന്നേണ്ട അവസ്ഥ വരുമോ? കാരണം വെച്ചാൽ ഇവിടെ ഒന്നുമില്ല. ഇതേ ഒരു എണ്ണം നിൽക്കുന്നു. അവനെപ്പോൾ അടിച്ചാലോ? ശരിയാവില്ല. അല്ലെങ്കിൽ നോക്കാൻ തീർക്കണം കുറച്ച് നല്ല. കാരണം വെച്ചാൽ അവനോട് ചുറ്റിക്കറങ്ങുവാണെങ്കിൽ നമ്മൾ ഡ്രാഗനൊക്കെ കൊല്ലാൻ പോകുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആവും. പിന്നെ നമ്മൾ ചാവാറായെന്നുള്ള അവസ്ഥയിലൊക്കെ ഇത് കേവാണ്. വലിയ വേദനയും കേവുണ്ടായില്ലേ. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വേഗം ഇറങ്ങാനും എളുപ്പമുണ്ട്. പിന്നെ നമ്മൾ ഒരു സീരീസ് ആയിട്ട് തുടരുന്നതാണ്. പിന്നെ എൻ്റെ സീരീസിൻ്റെ പേര് കേവ് ലൈഫ് എന്നാണ്. നമ്മളങ്ങനെ ഈ താഴോട്ടൊന്ന് മൈൻഡ് ചെയ്ത് പോകുന്നു. വേണ്ട, നമുക്ക് അവിടെ തന്നെ ഒരു മരം നട്ട് വെച്ചേക്കാം. അത് പിന്നെ നല്ലത്. കാരണം വെച്ചാൽ ഇവിടെ ഓക്സിജൻ ഇല്ലെങ്കിലും ഇവിടെ ഓക്സിജൻ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഓക്സിജനുള്ള സെറ്റപ്പ് ഒരു മരം. അവൻ അവിടെ തന്നെ നിൽക്കും. അവനെ ഞാൻ പിടിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ അവനെ എടുക്കാൻ പറ്റിയ രക്ഷപ്പെട്ടു. ഇത്തവണയാണ് ഞാൻ എടുക്കും. ഒരു രക്ഷയില്ല. അവൻ കുറേ നേരമായി എന്നെ പിടിച്ചാടി. അവിടെ തന്നെ അവൻ നിൽക്കുന്നത്. അവൻ താഴത്തുള്ള ബ്ലോക്ക് ഓടിച്ചുകൊണ്ട് എടുത്താലോ? പൊട്ടും. അത് തന്നെ
തേങ്ങ ഉണ്ടാവണം. തേങ്ങ പിന്നെ വെള്ളത്തിൽ പോയി ഞാൻ ബ്ലോക്കപ്പ് ചെയ്യുന്ന അതിൻ്റെ സൗണ്ട് ടൊമ്മോ. ഇപ്പം ഞാൻ തീർന്നേനെ. തീർന്നില്ല, ആരാ ഹാർട്ട്. ഓക്കെ, അതും സെറ്റായി. ഇനി നമ്മൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് വേണം പല സംഭവങ്ങളും ഉണ്ടാക്കി ഇവിടെ എടുക്കാൻ. ബട്ട് മെനുവിൽ നോക്കുമ്പോൾ ഒന്നും കാണുന്നുമില്ല തേങ്ങ. എന്തായാലുമൊക്കെ ഇവിടെ കാണാമായിരിക്കും തോന്നുന്നു. അയണൊക്കെ ഇഷ്ടംപോലെ നമുക്ക് അയൺ മൈനിലൊക്കെ പോവാം. ബട്ട് വെയിറ്റ് നമ്മളെല്ലാം നമ്മൾ മൈൻ ചെയ്യണമില്ല. എല്ലാം തന്നെ നമ്മൾ മൈൻ ചെയ്യുന്നുണ്ട്. ബട്ട് എന്തോ ഞാൻ മിസ് ചെയ്യുന്നില്ല. എന്തെന്ന് മനസ്സിലാവുന്നില്ല. ഓ, രാത്രിയല്ലേ. ഞാൻ മിസ് ക്ലിക്ക് ചെയ്ത ബട്ട് രാത്രിയായിരുന്നു. അയ്യോ, ഞാൻ പിന്നെ മിസ് ക്ലിക്ക് ചെയ്തു. ഇത്തവണ അല്ലെങ്കിൽ യുദ്ധബട്ട് അടിക്കാതെ രാവിലെ ആക്കണം. ഓക്കെ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മെനുവിൽ എന്തൊക്കെ ഉണ്ടാക്കാന്നുള്ള പ്ലാൻ നമുക്കാവണം. ദേ പിന്നെ എൻഡർമാൻ. അങ്ങനെ നമ്മളുടെ കൊടുത്തു നോക്കിയാലോ. കൊടുത്ത് നോക്കാം. അവൻ ആദ്യം ഏതൊന്ന് മെൽറ്റാവിടെ ഷീൽഡ് ഉണ്ടാക്കാൻ നോക്കാം. അല്ലെങ്കിൽ ഞാൻ മൈനിങ് കാണാം. ഗസ് ഇപ്പോൾ നേരത്തെ 100 ഡയമണ്ട് നമുക്ക് എങ്ങനെയൊക്കെ എടുക്കണം. പക്ഷെ നമ്മുടെ ലാൻഡ് ടൂൾസ് ഇല്ല. കാരണം നമുക്ക് നമ്മുടെ ലാൻഡില്ല. വേറൊന്നുമില്ല. നമ്മൾ പാൻ ടൂൾസ് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ പകുതി എത്തിയെന്ന് വെച്ചാൽ സർവൈവലിൽ എന്തൊക്കെയാണ് ചെയ്യാവുക അതൊക്കെ നമ്മൾ സെറ്റായേക്കുവാണ്. കൂടി സർവൈവൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ നിങ്ങൾ നേരെ പോവുക, ഒരു റിവ്യൂവിനെ കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ആ റിവ്യൂവിനെ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട. റിവ്യൂവിൽ തന്നെ നമുക്ക് പകുതി സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. ഈ ഡയമണ്ട് ഒഴിച്ച് ഡയമണ്ട് കിട്ടണമെങ്കിൽ റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിഡീവൽ ഒരു എന്താ പറയുന്നത്, ഒരു കറക്റ്റ് ഒരു രീതിയിലുള്ള എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു മീഡിയം താഴ്ച, ഒരു മീഡിയം വീതി, ആ സംഭവമാണ് റിവ്യൂ. റിവ്യൂ എന്ന് വെച്ചാൽ അറിയാമല്ലോ, മൈൻക്രാഫ്റ്റിലുള്ള ഒരു കേവും പിന്നെ ഒരു വിടവും കൂടെ കൂടി വന്നൊരു സംഭവമാണ് റിവ്യൂ. അതിനകത്ത് പല സാധനങ്ങളും കിട്ടും. ചില ഡയമണ്ട് ഓറ് കിട്ടും. വലുതാണെങ്കിൽ മാത്രമേ ഡയമണ്ട് ഓറ് കിട്ടുള്ളൂ. ഡയമണ്ട് ഓറ് കിട്ടും. പിന്നെ കോപ്പർ കിട്ടും. അയൺ ഇങ്കട്ട് കിട്ടും. ഇങ്കട്ടായിട്ട് കിട്ടില്ല, അയൺ ഓറായിട്ട് കിട്ടും. പിന്നെ നമ്മളതിനെ മെൽറ്റ് ചെയ്ത് ഇങ്കട്ടാക്കുക. പിന്നെ റെഡ് സ്റ്റോൺ കിട്ടും. അതിൻ്റെ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ആ ടൈപ്പിലോട്ടായി മാറും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ക്രീപ്പർ, സോംബീസ്, പല സാധനങ്ങളാണ്. നമ്മൾ ലൈറ്റപ്പ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ലൈറ്റപ്പ് എന്നൊരു സംഭവം ക്രീപ്പറിനും സോംബീസിനും ഒന്നും സ്പോൺ ആക്കാതിരിക്കാനുള്ള സംഭവമാണ് ഈ ലൈറ്റപ്പ്. ഈ ലൈറ്റ് ആക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ സോംബി ക്രീപ്പറൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ലൈറ്റ് വെക്കുന്നത്. അപ്പോൾ ക്രീപ്പർ ഈ സ്പോണിങ് നിൽക്കും. മനസ്സിലായില്ലേ? സ്പോണിങ് നിൽക്കും. പിന്നെ അഥവാ സ്പോണായിട്ട് ലൈറ്റിൻ്റെ അടുത്തോട്ട് വന്നാൽ അവർ കത്തിപ്പോവും. അങ്ങനെയല്ല, കത്തിപ്പോകുന്ന രാവിലെ ആയാൽ മാത്രമാണ്. ഇങ്ങനെ തന്നെ ഈ മൈൻക്രാഫ്റ്റിൽ ഒത്തിരി കാര്യങ്ങളോട് പഠിച്ചെടുക്കും. ഒത്തിരി ടൈം എടുക്കും. ഞാൻ ഒത്തിരി ടൈം എടുത്താണ് പഠിച്ചത്. പിന്നെ ബിഗിനേഴ്സ് ആയാലും എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ടാണ് വീഡിയോ എല്ലാം പറഞ്ഞു തരുന്നത്. അതുപോലെ നോക്കി മര്യാദയ്ക്ക് കളിക്കുക. ക്രിയേറ്റീവ് ഒന്നും ആരും ആക്കാമെന്നൊന്നും നോക്കണ്ട. കാരണം വെച്ചാൽ അത് നമ്മളൊരു ചീറ്റിങ് ടൈപ്പാണ് ഈ ക്രിയേറ്റീവ് എന്നൊരു സംഭവം. ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ബ്ലോക്കും അൺലിമിറ്റഡായിട്ട് നമുക്ക് കിട്ടും. എന്ത് സാധനം വേണമെങ്കിലും എടുക്കാം. സർവൈവൽ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹാർട്ടുണ്ട്. ആ സോംബി ഒന്നും വരാതെ നോക്കണം. ഭയങ്കര പാടായിരിക്കും കളിക്കാൻ. പിന്നെ ഒരു ഇച്ചിരി കോളിൻ്റെ തന്നെ ഒരു കോളിൽ തന്നെ 4 ഇതൊക്കെ ഉണ്ടാക്കാം. ഒരു ഇച്ചിരി കോളിൻ്റെ കറക്റ്റ് 1 സ്റ്റാക്കൊക്കെ ആക്കാം. എൻ്റെ കയ്യിൽ 1 സ്റ്റാക്ക് 31 ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ ഞാൻ അവിടെ ശ്വാസം മുട്ടിയപ്പോൾ ഒരു കേവിനകത്തൊക്കെ കയറിയിരുന്നു. അത് ഞാൻ റെക്കോർഡ് ചെയ്തു. പക്ഷേ റെക്കോർഡായില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഇതൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ എൻ്റെ 1 സ്റ്റാക്ക് ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ കിട്ടിയതെല്ലാം കൂടെ ഒന്ന് മെൽറ്റാക്കിയ 34 ഞാൻ വെച്ചിട്ടുണ്ട്. 4 മെൽറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ആയിക്കോളും. മൊത്തം 39 ആവും. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തൊട്ടടി സബ്സ്ക്രൈബ് ബട്ടനുണ്ട്. ഇനിയിപ്പം കുറേ നേരം ആയാലും ഇങ്ങനെ ഒരടി വെച്ചിട്ട് തിരിഞ്ഞോളാം. ഓടിക്കോ.
ഓടിക്ക് ഓടിക്ക് ചവലി ചവലി എനിക്ക് കിട്ടി കിട്ടി കിട്ടി. ഓ ഇല്ല ഷോട്ട് ഷോട്ട്. ഓ പക്ഷേ ഇതിൽ കൂടെ അവൻ കയറി വരുന്നു ആ കുഴപ്പമില്ല ഒരെണ്ണം കൊടുക്കാം. അയ്യോ ആ നോക്ക് ചോളാ ചോളാ കോമ്പാക്ട് മാസ്റ്റർ ചോ ചോ. അവൻ എന്നെ കൊന്നു. അവൻ്റെ കാര്യത്തിറ ചാ ചാ. അയ്യോ ജസ്റ്റ് ഒരു മില്ലി സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കടിച്ച് നോക്കിയാൽ കാണാം. ഞാൻ ആ കൈ കൊണ്ട് അടിക്കാൻ വേണ്ടി ചാടി വരുമോ എൻ്റെ കയ്യിൽ ആ സോഡയൊക്കെ ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് അവൻ ആ ചാടിയിട്ടുള്ള അടി നന്ന അടി കിട്ടി. അവൻ ചാവും. ഞാൻ എൻ്റർപോളാണ് അവൻ എൻ്റർപോളാണ്. അവൻ നല്ല കുട്ടി എൻ്റർപോളാണ്. വെയിറ്റ് ഇതന്നെ സെറ്റിങ്സിൻ്റെ എന്താ കയറി വന്നു. പിന്നെ എനിക്ക് ക്ലാസിക് മൈൻക്രാഫ്റ്റാണ് ഇഷ്ടം. ഗസ് ഷെയ്ഡർ എന്നിട്ട് കളിക്കാൻ എനിക്കിഷ്ടം. എനിക്ക് നല്ല മൈൻക്രാഫ്റ്റാണ് ഇഷ്ടം. ഓ ചെടിയൊന്നും ആയില്ലല്ലോ. നമ്മളിങ്ങനെ സീഡുണ്ടായിരുന്നു. ഇവിടെ തന്നെ കുറേ വെള്ളവും ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ നട്ടാലോ. പക്ഷെ നമ്മളെല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ള ടോർച്ച് വെച്ചാണ് എല്ലാം ബിൽഡ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ഒരു തേങ്ങയില്ല. എല്ലാം ടോർച്ചായിരിക്കണം. നമ്മളിങ്ങനെ ടോർച്ച് ഒരുക്കി കളഞ്ഞാലും നമ്മുടെ ഒന്നും കാണത്തില്ല. ഞാൻ എൻ്റെ സീഡാണ് ഇപ്പോഴത്തെ എറിഞ്ഞു കളഞ്ഞത്. അല്ല എനിക്ക് തോന്നിയത് ഇവനായിരുന്നോ? ഓ ഇവൻ ഭയങ്കര സാധനം എന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു പോയിസൺ കിട്ടി വായി കിട്ടി. ഇവിടെ എങ്ങനെയും തീർന്നാലോ ചോളാ. അവൻ തീർന്നു. അവൻ്റെ എന്തൊക്കെ കിട്ടിയ റെഡ് സ്റ്റോണ് ഗ്ലാസ് ഒത്തിരി സാധനങ്ങൾ തന്നെ. റെഡ് സ്റ്റോൺ ഗ്ലാസ് ബോട്ടിൽ അടച്ചിട്ടുണ്ട്. ഗ്ലാസ് ബോട്ടിൽ കിട്ടി ഗ്ലാസ് അല്ല. അങ്ങനെ നമ്മൾ അവൻ്റെ ഒത്തിരി സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് അര ഹാർട്ട് എൻ്റെ അമ്മേ കയ്യിലൊരു തേങ്ങയില്ല. മിക്കവാറും ഞാൻ സോമ്പി ഇറച്ചി തന്നെ തിന്നേണ്ടി വരും. അത് തന്നാൽ പിന്നെ ഇതുപോലെ തന്നെ ആയിരിക്കും. പകുതി ഹാർട്ടായി പോവും. പോയിസൺ അടിക്കും അത് തന്നാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. മണ്ടയിൽ ഫുള്ള് മ്യൂട്ടേറ്റഡായിട്ടുള്ള മൃഗങ്ങളാണ്. അതെന്നെ പന്നിയെ പോലെ കടിച്ച് കീറും. ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം മണ്ടയിരിക്കുന്നത്. എങ്ങനെയൊക്കെ നമ്മളിവിടുന്ന് സർവൈവ് ചെയ്യും. അതുറപ്പാണ്. എങ്ങനെയൊക്കെ നമ്മളിവിടുന്ന് സർവൈവ് ചെയ്ത് നമ്മൾ ഈ സ്ഥലത്തു നിന്നൊക്കെ പോകും ഗൈസ്. എങ്ങനെ മൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തു നിന്നൊക്കെ പോകും. പിന്നെ ഗൈസ് നമ്മൾ ഇഷ്ടം പോലെ ഡയമണ്ട് നമ്മളവിടെ ഇഷ്ടം പോലെ ഒരു 4 ഡയമണ്ട് ആണുള്ളൂ. അതെങ്ങനെയും നമുക്ക് മൈൻ ചെയ്തെടുക്കണം. നമ്മുടെ ഇപ്പോൾ ഒരു കല്ലിൻ്റെ പിക്കെക്സും സോഡെല്ലാം ആണ്. നമ്മളെല്ലാം അയണിലോട്ട് മാറുന്ന ഒരു ഫുൾ ടൂൾസൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.